അമൃതബിന്ദു അമൃതഗീതത്തിന്റെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എന്താണ് ത്യാഗത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയൊക്കെ ദിവസങ്ങൾ ആചരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് നമുക്കും ആഘോഷിക്കാം. അമൃതബിന്ദു അമൃതഗീതവും ആഘോഷിക്കുകയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈസ്റ്റർ ആശംസകൾ. സുമേഷ് ആൻഡ് ലിനു, ഹാപ്പി ഈസ്റ്റർ രണ്ടുപേർക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തേണ്ടത്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരാണ് ഗസ്റ്റുകൾ എന്ന് പറയണം. പക്ഷേ ഇവര് രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു ദമ്പതികളാണ്. അതെ, നമുക്ക് അവരെ പരിചയപ്പെടാം. വെൽക്കം ചെയ്യാം ബിജു ആൻഡ് സ്മിത. അമൃതബിന്ദു അമൃതഗീത പരിപാടിയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഇവര്, ആലപ്പുഴ ബിജു ആൻഡ് സ്മിത. അപ്പോൾ വളരെ സന്തോഷം ഞങ്ങളുടെ ഈ ഫ്ലോറിൽ നിങ്ങൾ വന്നതിലും ഞങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് വന്നതിൽ. ഒരുപക്ഷെ സുമേഷിന് എന്നെക്കാട്ടിലും വർഷങ്ങളായിട്ടുള്ള പരിചയം, എൻ്റെ അയൽവാസി എല്ലാം. ഞാൻ ഒരു സമയത്തൊക്കെ ബീച്ചറിന്റെ പ്ലേയിങ് നോക്കി ഇങ്ങനെ കോരിത്തരിച്ച്, ഇപ്പോഴും തന്നെയാണ്, ഇല്ലെന്ന് പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ഓർക്കസ്ട്രയുടെ മെയിൻ ഹെഡ് അല്ലെങ്കിൽ മെയിൻ ഒരു തലയായിരുന്നു ബിജു. പക്ഷേ ഇപ്പം സ്റ്റേജ് ഷോസ് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല, പണ്ടത്തെ അത്രയും ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് കുറച്ചും എനിക്ക് തോന്നുന്നു കൂടുതലും പ്രോഗ്രാമിങ്ങും റെക്കോർഡിങ്സും ഒക്കെ ആയിട്ട് കൂടുതൽ അതാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതലും പ്രോഗ്രാമിങ്ങും റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട്. അതെ, അപ്പോൾ വളരെ സന്തോഷം. സ്മിത ഒരു പാട്ടുകാരിയാണ്. സ്മിത എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട്. ബിജുവിന് പാട്ടുകാരിയാണ്. ബിജുവിന് കുട്ടികൾ എത്ര? അത് ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങാം. ചില സമയത്തൊക്കെ ഞങ്ങൾ അത് വിട്ടുപോകും. അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു വരുന്നതിന്റെ കൂട്ടത്തിൽ അത് മറന്നുപോകും. മക്കള് രണ്ടുപേരാണ്. മൂത്തത് മോളാണ്. മോളിപ്പം PhDക്ക് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നു. ശരി. രണ്ടാമത്തെ മോനാണ്. മോൻ BTech തേർഡ് ഇയർ. പാടുവോ കുട്ടികളെല്ലാം? രണ്ടുപേരും. മോൾ അത്യാവശ്യം പാടും, മോന് കുറച്ച് ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കും. അവർക്കൊരു വെസ്റ്റേൺ ബാൻഡൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ മാർഗമല്ല, കാരണം രണ്ട് മ്യൂസിക് ദമ്പതികളുടെ മക്കൾക്ക് എന്തായാലും മ്യൂസിക് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? ഗാനമേളകൾക്ക് സുമേഷ് പറഞ്ഞ പോലെ ഗാനമേളക്കൊക്കെ ഒത്തിരി വർഷങ്ങൾ ബിജു വായിച്ചിട്ടുണ്ട് അല്ലേ? എനിക്കും വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ നമുക്കൊരു പാട്ടിലൊക്കെ തുടങ്ങാം. ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് അല്ലേ? നമുക്കൊരു ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ് ആയിട്ട്. സ്മിത ഒത്തിരി ഡിവോഷണൽ റെക്കോർഡിങ്സിനൊക്കെ പാടിയിട്ടുണ്ട്, ഡിവോഷണൽ സോങ്സ് അല്ലേ? പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു പാട്ട് ഡിവോഷണൽ സോങ് ആയിട്ട് ഈസ്റ്റർ സ്പെഷ്യലിന് ഒരു എപ്പിസോഡ്. ഓക്കെ, പ്ലീസ്. യേശുവിന്റെ ആത്മദാ
ബ്യൂട്ടിഫുള്ളി ഡൺ. ഒത്തിരി നാൾ കൂടിയിട്ട് നിങ്ങൾ കൂടും തോന്നുന്നു അല്ലേ? ഒരുപാട് വർഷം. ഞാൻ ഒരു സ്റ്റേജിൽ എൻ്റെ ഫസ്റ്റിലേക്ക് ഈ ഗിറ്റാറിലായിരുന്നല്ലോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കീബോർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ബിജേട്ടൻ ഫസ്റ്റ് കീബോർഡ്, ഞാൻ കീബോർഡിന്റെ സൈഡിലിരിക്കും. ബിജേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ നീ ആ കോഴ്സ് ചെയ്ത് ഞാൻ ആ കോഴ്സൊക്കെ എഴുതി ആ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർമ്മ വരുന്നത്. ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞില്ല. നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്, ബിജു ബേസിക്കലി ഒരു കീബോർഡിസ്റ്റാണ്, പ്രോഗ്രാമറാണ്. പക്ഷെ ഇന്ന് ഇവർ രണ്ടുപേരുടെ വന്നപ്പോൾ അക്കോർഡിയനുമായിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് നെഞ്ചാർമോണിയം എന്ന് വിളിക്കുന്ന അല്ലേ, പണ്ട് അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, നെഞ്ചാർമോണിയം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അക്കോർഡിയൻ. അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. പണ്ടത്തെ ഗാനമേളക്കൊക്കെ ഒരു പക്ഷേ ഇത് കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. ഈ അക്കോർഡിയൻ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമാണ്. ഇങ്ങനെ കാറ്റടിക്കുന്നു, ശബ്ദം വരുന്നു അല്ലേ, ബ്യൂട്ടിഫുൾ ഒരു ഇൻസ്ട്രുമെന്റ്. ഒരു ഡിവൈൻ ഫീലും ഉണ്ട്. ഒരു ഹിന്ദി സോങ്സിൽ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. രാജ് കപൂറിന്റെ പഴയ ഒരുമാതിരി പെട്ട എല്ലാ ഹിന്ദി സോങ്സിലും ഈ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തു. പക്ഷെ ഇത് ഇതിനേക്കാളും ഭയങ്കര സൈസ്, ഭയങ്കര വലുപ്പമുണ്ട്. നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ സൗകര്യം ഇതായതുകൊണ്ടാണ് കുറച്ചൊരു കോമ്പാക്ട് ആണ് അല്ലേ, ഹാൻഡി ആയിട്ടുള്ളതാണ്. ഡിഫിക്കൽട്ട് ആണ് വായിക്കാൻ. ബിക്കോസ് അതിന്റെ റൈറ്റില് കോഡ്സ് പ്ലസ് ലെഫ്റ്റില് ഇതാണ്. നമ്മൾ മെലഡി വായിക്കുമ്പോൾ റൈറ്റില് കോഡ്സ് കൂടെ പ്ലേ ചെയ്യും. ഓ ശരി ശരി. അത് ഉപയോഗിക്കാൻ ട്യൂബ് മൈക്ക് എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് മൈക്ക് വേണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, നെറ്റിൽ നിന്ന് കണ്ടാണ് ട്യൂബ് മൈക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു മൈക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ലൈഫ് തുടങ്ങാം. ഞാൻ എത്ര വർഷത്തിൽ ബിജുവിൻ്റെ ഒരു എത്ര വയസ്സിലാണ് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഫഷണലായിട്ട് എടുത്തത്? ഞാൻ ഫസ്റ്റ് ആലപ്പുഴ ഒരു ക്ലാപ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ്. ക്ലാപ്സ് എനിക്ക് 14 വയസ്സാണ് എനിക്ക്. ഓ ശരി. അതിന് ശേഷം ഞാൻ ബ്ലൂ ഡൈംസിൽ, അതിനുശേഷം ബ്ലൂ ഡൈംസിൽ ഏകദേശം 15 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 85 കാലഘട്ടത്തിൽ ഞാൻ ബ്ലൂ ഡൈംസിലുണ്ട്. 1985 ഞാൻ ബ്ലൂ ഡൈംസിലുണ്ട്. അതിനുശേഷം പിന്നെ ആലപ്പുഴയുള്ള ഒട്ടുമിക്ക ട്രൂപ്പുകളിലും ഞാൻ വായിച്ചു. എറണാകുളത്തുള്ള CAC, ആലപ്പുഴത്തിനുള്ള റെയ്ബാൻ, അങ്ങനെയുള്ള. പിന്നെ എനിക്ക് സ്വന്തം ഒരു ട്രൂപ്പ് ഉണ്ട്, ഗോൾഡൻ ബീറ്റ്സ് എന്ന്, ആലപ്പുഴ ഗോൾഡൻ ബീറ്റ്സ്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ട്രൂപ്പ് ഉണ്ട്, പ്രോഗ്രാം ഇല്ലെന്നേ ഉള്ളൂ. ക്ലാപ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡും പാട്ടുകാരനാണ് പ്രകാശ് ബാബു. പ്രകാശ് ഏട്ടൻ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ഗാനമേളയിൽ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത് ഈ ക്ലാപ്സ് ഓർക്കസ്ട്രയാണെന്ന് തോന്നുന്നു. പിന്നെ ബ്ലൂ ഡയമണ്ട്സിലും പാടിയിട്ടുണ്ട്. ശരി, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പ്രകാശ് ഏട്ടൻ അന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ബിജു നാരായണനും അവരെല്ലാവരും, ബിജു ഏട്ടൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് എപ്പോഴും പറയാം. ആലപ്പുഴ ക്ലാപ്സിലാണ് എന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമായിരുന്നു. അതെ, അവിടെ ആലപ്പുഴ ഒരു മുല്ലയ്ക്കൽ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ചെറുപ്പിനും ഒക്കെ ക്ലാപ്സിന്റെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ കൂടെ അന്ന് പാടുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് ഈ പേര് കേട്ടപ്പോ പെട്ടെന്ന് ഓർത്ത അതാണ് ഞാൻ. അതെ, പക്ഷെ അവരൊക്കെ ഇപ്പൊ എന്റെ ഈ ലക്ഷണം ഓർമ്മയുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. കാര്യം അന്ന് ഞാനന്ന് പാൻസൊക്കെ വളരെ കുറച്ചായിരുന്നു, നിക്കറൊക്കെയാണ്. പൊക്കവും കുറവായിരുന്നു അന്നത്തെ സമയത്തൊക്കെ. 84-85 കാലഘട്ടമാണ്. അപ്പൊ അന്ന് തുടങ്ങിയാണ് ആ ജേർണി, അന്ന് തുടങ്ങിയതാണല്ലേ? 14-ാം വയസ്സിൽ തുടങ്ങിയ ജേർണി. യമഹ DX കീബോർഡൊക്കെ ഇറങ്ങിയ സമയത്ത് ആ കീബോർഡ് മാക്സിമം യൂസ് ചെയ്ത ആളുകളാണ്. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പഴയ തലമുറയും പുതിയ തലമുറയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? പഴയ തലമുറയിലെ പാട്ടുകാർ എന്നുവെച്ചാൽ ഒരു വലിയ ട്രാൻസിഷനാണ് പറ്റിയത്. 90-കൾ കഴിഞ്ഞിട്ട് 2000-ൽ ഒരു പക്ഷെ വലിയൊരു ട്രാൻസിഷൻ ഈ സ്റ്റേജ് പ്രോഗ്രാംസിലാണെങ്കിലും പാട്ടിന്റെ രീതികൾക്കാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പക്ഷേ ബിജു കണ്ടിട്ടുണ്ട് അല്ലേ? പാട്ടിന്റെ മാത്രമല്ല, ടെക്നോളജി. അങ്ങനെ നോക്കുമ്പോൾ ആണ് ഇതിനുള്ളൊരു ഇപ്പോഴത്തെ ഒരു കാര്യം. ഞാൻ ഈ അക്കോർഡിയൻ കുറച്ച് നാളായിട്ട് ആൾക്കാർ വായിക്കത്തില്ലായിരുന്നല്ലോ, കാര്യം ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ വന്നേ പിന്നെ. അപ്പം ഞാൻ അങ്ങനെ ഇതെനിക്കൊരു എൻ്റെ ഒരു പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ വീട്ടുകാർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. അപ്പം അങ്ങനെ ഞാനിത് എടുത്ത് സ്റ്റേജിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പം ഒത്തിരി ആൾക്കാർ ഇതിനെ കാണാനും അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം കൊള്ളാമല്ലോ, ഇത് മാർക്കറ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ച് അങ്ങനെയാണ് ഞാനിതുമായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇത് വെച്ച് കുറേ പ്രോഗ്രാമൊക്കെ വായിച്ചു. അല്ല, തീർച്ചയായിട്ടും പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്കെല്ലാം ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഞാനിത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഒരുപക്ഷെ വയലിനും ഫ്ലൂട്ടും ഒക്കെ കാണുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ എനിക്ക് കൗതുകം തോന്നുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കാരണം വയലിൻ ഫ്ലൂട്ടും എല്ലാവരും വായിക്കുന്നത്, ഇത് പക്ഷെ ഒത്തിരി പേര് വായിക്കുന്നതില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് പേര് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. തൃശ്ശൂർ ഒരു ഫ്രാൻസ് ഏട്ടനും എല്ലാ പ്രോഗ്രാമും നമ്മളവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടില്ല? ഞാനിതാ
ചേച്ചിയുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. എന്നായിരുന്നു കല്യാണത്തിന് മുമ്പേ പാടുമായിരുന്നോ അതോ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ ഒരു ഉപദേശവും ഇൻസ്പിറേഷനും കൊണ്ട് പാടാൻ തുടങ്ങിയാണ്? അല്ല, കല്യാണത്തിന് മുൻപേ പാടുമായിരുന്നു. ഞാനൊരു 9th സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് പോകാനായിട്ട്. അങ്ങനെ നിങ്ങൾ സ്റ്റേജിൽ കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണോ? സ്റ്റേജിൽ കണ്ടിട്ടാണ്. ഇപ്പൊ ഇവിടെ പറയത്തില്ല ഞങ്ങള്. അല്ല ഞാൻ ചോദിക്കുന്നത് പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് പാടുമായിരുന്നോ? ഗാനമേളയ്ക്കായിരുന്നോ പാടുന്നത്? ഞാൻ ഗാനമേളയ്ക്ക് പാടും. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിൽ വരുന്നത്. അവിടെ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആകുന്നത്. ആലപ്പുഴ തന്നെയാണോ വീട്? ആലപ്പുഴ തന്നെയാണ്. അപ്പൊ അന്ന് ബിജുവാണ് വായിക്കുന്നത്. അങ്ങനെയുള്ള പരിചയമാണ് ഇവിടം വരെ എത്തി. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ഇപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരിക്കും? ഇപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടല്ലോ. കൂടുതൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഗാനമേളയ്ക്കായിട്ടാണോ ചെയ്യുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും? അതായത് ഇപ്പോൾ എല്ലാം ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ, ബിജു പറഞ്ഞ പോലെ തന്നെ ഇതൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വല്ലതും പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ കൺവെൻഷണൽ ആയിട്ടുള്ള ഗാനമേളകൾ തന്നെയാണോ ചെയ്യുന്നത്? ഗാനമേളകൾ മാത്രമല്ല, അല്ലാതെ ഇൻസ്ട്രുമെന്റൽ ഷോസ് ഉണ്ട്, ഫ്യൂഷൻ പോലെ ഉണ്ട്. പാട്ടും ഇതും കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇൻസ്ട്രുമെന്റ് അങ്ങനെ കണ്ടിന്യൂസ് ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കാണിക്കുക. അതാണ് എപ്പോഴും ഒരേപോലെ ഇരിക്കുമ്പം കാണുന്ന വ്യൂവേഴ്സിനും ഒരു മടുപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ചിലപ്പം അനുപല്ലവിന്നായിരിക്കും കയറുന്നത്. ഇപ്പൊ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും പാട്ട് തുടങ്ങുന്നത് അങ്ങനെയാണല്ലേ? ഇപ്പൊ കൂടുതലും എല്ലാവരും ലൈവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്, അൺപ്ലഗ്ഡ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ പാട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് നമ്മുടെ തോന്നിയാസൊക്കെ ചെയ്യും. ഓർക്കസ്ട്രയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ, കാണികൾക്ക് അതാണ് ഇഷ്ടവും. മറ്റേത് അവര് ഓൾറെഡി അതെല്ലാം രജിസ്റ്റേർഡ് ആയി, അവർക്ക് രജിസ്റ്റർ ആയി കഴിഞ്ഞു അവരുടെ ഉള്ളിൽ. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും, അതിനൊരു വെറൈറ്റി ഉള്ളൂ. കണ്ണൻചേട്ടൻ കീബോർഡ് കണ്ണൻചേട്ടൻ്റെ ഒക്കെ തുടക്കം എനിക്കൊന്ന് കണ്ണൻചേട്ടൻ്റെ സീനിയറാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട്. അതെ, സെക്കൻഡ് കീബോർഡ് കണ്ണൻചേട്ടനൊക്കെ ഉള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൻചേട്ടൻ്റെ ഒക്കെ തുടക്കം ആ സമയത്ത് ഇവർ ഒരുമിച്ചൊക്കെ ആയിരുന്നു ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണൻ പറയാറുണ്ടായിരുന്നു ഇവന്റെ വായനയുടെ ഞാൻ ഇൻസ്പയർഡ് എനിക്കത് ഓർമ്മയുണ്ട്. കണ്ണൻ ആ സമയത്ത് വയലിനൊക്കെയാണ് വായിച്ചു, ഗിറ്റാറൊക്കെ വായിച്ചു. അപ്പം നേരത്തെ പറഞ്ഞേ മഹാ DX7, അപ്പൊ ആ കീബോർഡ് ടോൺസ് എല്ലാം കേട്ടപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഇങ്ങനെ കീബോർഡിലോട്ട് മാറിയാലോ കണ്ണൻചേട്ടൻ. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കണ്ണൻചേട്ടൻ സെക്കൻഡ് കീബോർഡ് അങ്ങനെ ഒരുപാട് ഷോസ് ബിജുവേട്ടൻ മെയിനായിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാമർ ആയി മാറിയല്ലേ അദ്ദേഹം അതിനുശേഷം? തീർച്ചയായിട്ടും ഓർക്കാതിരിക്കാൻ വയ്യ. പറഞ്ഞപ്പോൾ നമുക്ക് അതെ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് ഹിറ്റ് സിനിമകൾ, എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള. തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. കണ്ണൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പാട്ടുകൾ കിട്ടേണ്ടതായിരുന്നു നമുക്ക്, അല്ലേ? അദ്ദേഹത്തിന്റെ ഫാദർ ഉണ്ട്, ഒരു കലവൂർ ബാലചേട്ടൻ. പുള്ളിയുടെ കൂടെ അന്ന് കുറെ നാടകത്തിനൊക്കെ ആ സമയത്ത് വായിക്കാൻ പോയി. രണ്ടുപേരും മരിച്ചുപോയി. ഈ ആലപ്പുഴയിൽ ഒരു വലിയ ഹബ്ബ് ഉണ്ടല്ലോ, അല്ലേ? ആലപ്പുഴയിൽ കുറേ ആർട്ടിസ്റ്റുകൾ, വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ പോലും ആലപ്പുഴയിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ലൈക്ക് അപ്പം ബിജുവിന് ആ ഒരു പക്ഷെ പുതിയ പഴയ അല്ല, ഇപ്പം ആലപ്പുഴ എന്നൊക്കെ തല്ലി ഓടിച്ചു. ഞങ്ങൾക്ക് ആലപ്പുഴ എന്ന് പറയാൻ ഇഷ്ടം. അത് മാത്രമല്ല നടന്നു പറയാനായിട്ട് എപ്പോഴും അഭിമാനത്തോട് പറയുന്നതാണ്. അതിലെ പോയാൽ വീട്ടിൽ കയറണം, വീട്ടിൽ കയറി ചായ പിടിച്ചിട്ട് പോകണം, എത്ര സമയമില്ലേലും അതൊക്കെ മസ്റ്റാണ്. ദാസേട്ടനോട് വായിച്ചിട്ടുള്ള ഒത്തിരി പേരില്ലേ, ജിജി ചേട്ടൻ കീബോർഡിസ്റ്റ്, ജോയിച്ചാനുണ്ട്, ജോസി ചേട്ടനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല ആർട്ടിസ്റ്റുകൾ. അപ്പോൾ സന്തോഷം. നമുക്ക് ഒരു ബ്രേക്കിന് സമയമാകുന്നു. ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അമൃത ബിന്ദു അമൃത ഗീതത്തിൽ ഇനിയൊരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു അമൃത ബിന്ദു അമൃത ഗീതം. അപ്പോൾ ബിജുചേട്ടാ, നമുക്ക് ഇത്രയും നേരം കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടു. ബിജുചേട്ടൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് കേൾക്കാനുള്ള സമയമാണ്. അപ്പം ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്? അല്ലിയാമ്പൽ എന്നുള്ള പാട്ട്, പറ്റിയ പാട്ടാണ്. അതെ, ഒറിജിനലി അതിനകത്ത് ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതോ ഒരു പീസ് സ്റ്റാർട്ടിംഗിൽ ഫസ്റ്റ് ബിജി ഇൻട്രോ അക്കോർഡിയൻ തന്നെയാണെന്ന് ഓർമ്മ. ഓക്കെ, നമുക്ക്
പാട്ടിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ. കരിക്കിൻ വെള്ളം പാടാൻ വേണ്ടിട്ട് ചേച്ചിയെ നോക്കിയതാണ്, പക്ഷെ ചേച്ചി മൈൻഡ് പോലും ചെയ്തില്ല. പാട്ടിന്റെ ഇവരുടെ ആ കോമ്പിനേഷന്റെ സുഖം കൊണ്ട് ഞാൻ മറന്നു അത് നശിപ്പിക്കണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അല്ല, ആദ്യത്തെ കേട്ടിട്ട് രണ്ടാമത്തേരെങ്കിലും പാടുന്ന ചേച്ചി, പക്ഷെ അപ്പോഴും പാടി. ഇവിടെ ഒന്നുകൂടെ വായിച്ചേക്കാം. വായിച്ചു തരാം. എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് ജോബ് മാഷ് ചെയ്തേക്കുന്നത് അല്ലെ. ഏത് കാലത്തായാലും ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും നല്ല 50 പാട്ടുകൾ പലരും സെലക്ട് ചെയ്തിട്ടുണ്ട്. പല സെലക്ഷൻ ക്രൈറ്റീരിയ വെച്ച് ചെയ്തിട്ടും ഈ പാട്ട് അതിനകത്തുണ്ടായിരുന്നു, അല്ലിയാമ്പൽ എന്നുള്ള പാട്ട് അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഏതൊരു പ്രോഗ്രാമിന് പോകുമ്പോഴും മിനിച്ചേട്ടാ ആദ്യം കുറച്ചൊരു അത്രയല്ല, ഒരു 40+ ഒക്കെ ഉള്ള ആളുകളാണ് വന്നിട്ട് ആദ്യം നമ്മളോട് പാടാൻ പറയണം, മെയിൽ സിംഗേഴ്സിനോട് പാടാൻ പറയണം ആദ്യത്തെ പാട്ട് ഇതായിരിക്കും. എപ്പോഴാണെങ്കിലും ആദ്യം ചൂസ് ചെയ്യണ ഒരു സോങ് ഇതാണ്. ഇതൊന്ന് പാടും, ഇതൊന്ന് മലയാളത്തിലെ അക്ഷരം ആ വെച്ച് തുടങ്ങുന്നതുകൊണ്ട് കൂടെ ആയിരിക്കും, ചിലപ്പോ ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശരിയാണ്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം വേറൊരു പടത്തിലും കൂടെ വന്നിട്ടുണ്ട്, ലൗഡ് സ്പീക്കർ അല്ലേ. ലൗഡ് സ്പീക്കറിൽ വിജയ പാടിയത് അല്ലേ. പക്ഷെ അത് നല്ല രസമുണ്ട് കേൾക്കാൻ, പാട്ട്
ഭയങ്കര ഫീലാണ്. വല്ലാത്തൊരു ഫീലാണ്. താങ്ക് യു ആ പാട്ട് സെലക്ട് ചെയ്തതിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല ജനറേഷനുകളെ കണ്ടതാണ്. അപ്പം പണ്ട് ഗാനമേള ചെയ്യുന്നപ്പോഴായിരുന്നോ കൂടുതൽ എൻജോയ് ചെയ്ത് ഇപ്പോൾ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഒരു കാറ്റഗറി നമ്മൾ ഓഡിയൻസിൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറി. ഒത്തിരി ഓഡിയൻസിനെ കണ്ടവരാണ്. ബിജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ഒരു പക്ഷേ അല്ലേ ഓഡിയൻസിന്. അപ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ ആ ചേഞ്ച് എങ്ങനെയാണ് കാണുന്നത്, ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്? ഈ പണ്ട് ഒരു പക്ഷേ മെലഡീസ് ആയിരിക്കും കൂടുതൽ അന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊരു നല്ല മെലഡി പാടിയാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ പക്ഷേ മെലഡികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അടിപൊളി പാട്ട് മതി, ഒരു ശബ്ദം മാത്രം മതി ആൾക്കാർക്ക്. ഒരു ബും ബും ഈ ഞങ്ങളുടെ കൊല്ലം ഏരിയയിലോട്ട് തന്നെ ഇടിപ്പ് എന്നാണ് പറയുന്നത്. ഒരു ഇടി ശബ്ദം മാത്രം കേൾക്കണം. അതായത് ഫുഡ് ഡ്രമ്മിന്റെ ഒരു ശബ്ദം കേൾക്കുക, ഒരു ബേസ് ഗിറ്റാറിന്റെ ഒരു ശബ്ദം കേൾക്കുക, എവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു, അപ്പോൾ അവിടെ കിടന്ന് കുറച്ച് തുള്ളിച്ചാട്. അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ അതാ പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാവരെയും കാറ്റഗറൈസ് ചെയ്യല്ല. ഓഡിയൻസ് നല്ല പാട്ടുകൾ കേൾക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. അതിലും സ്റ്റേജിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിഷമം തോന്നാറുണ്ടോ അതോ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി പോയത് എങ്ങനെയാ? ഇപ്പോഴും ഗാനമേളയ്ക്ക് പോണോണ്ട് നമ്മൾ അവരുടെ ടേസ്റ്റ് ആണല്ലോ നമുക്ക് ഏറ്റവും വലിയ, നമ്മുടെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് അങ്ങനെ പോവാ, ആ ഫ്ലോയിൽ നമ്മളങ്ങ് പോവാണ്. പണ്ടത്തെ കാലം ഇങ്ങനെ ആയിരുന്നു. ഈ ഞാനത് പാടില്ല ഇത് പാടില്ല അങ്ങനല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഈ എന്താണ് പറയുന്നത്, ഒരു അമ്മാവൻ ആറ്റിറ്റ്യൂഡ് എന്നുള്ള പറയുന്ന പലർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കും ചിലപ്പോഴും കുറച്ച് പഴയ പാട്ടുകളൊക്കെ നല്ലത്, പുതിയ പാട്ടുകൾ മോശം എന്നുള്ള പുതിയൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പുതിയ പാട്ടുകൾ പാടേണ്ട സ്ഥലത്ത് പുതിയ പാട്ട് പാടിയേ പറ്റും. അതാണ് അല്ലെ നമ്മള് ഇപ്പം എന്താണെങ്കിലും ഇപ്പൊ സംഗീതമാണല്ലോ, അതിനകത്ത് അങ്ങനെയാ കാണുന്നത്. അതെ, അങ്ങനെയാ കാണുന്നത്. ഇപ്പോൾ ഈ ഒരൊറ്റ ഇപ്പം ഈ കൊറോണ വന്ന ശേഷം എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് പ്രോഗ്രാം ഇല്ല. സത്യം. അപ്പം അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വർഷമായിട്ട് ആർട്ടിസ്റ്റുകളൊന്നും ഒരു പ്രോഗ്രാം ഇല്ലാതിരിക്കുക. അപ്പം ഈ പഴയ പാട്ടാണെങ്കിലും പുതിയ പാട്ടാണെങ്കിലും എന്തെങ്കിലും പാട്ട് മതി. ഇപ്പം സത്യം ഏതെങ്കിലും ഒന്ന് സ്റ്റേജ് കണ്ടാൽ മതി എന്നുള്ളൊരു. പക്ഷേ പഴയ പാട്ട് പഴയ ഒരു കാലഘട്ടമാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വെച്ചാൽ പഴയ സോങ്ങുകൾ പ്രാക്ടീസ് ചെയ്യുക, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എനിക്കൊന്ന് ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് അത്രയും വാല്യൂസും ഇല്ല ശരിക്കും. ആർട്ടിസ്റ്റുകളാണെങ്കിലും അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഫീഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ. കൂടുതൽ പാട്ടുകളും കുറച്ച് പാട്ടുകൾ മാത്രം ഇതെന്നല്ല ഞാൻ ഗാനമേളകളുടെ കാര്യം. ടോട്ടൽ ഒരു ഗാനമേളകൾക്ക് പൊതുവെ നമുക്ക് സീക്വൻസ് ചെയ്യാണ്ട് നിവൃത്തിയില്ല. കാര്യം അതുപോലത്തെ പ്രൊഡക്ഷനും അതുപോലെയാണല്ലോ. നമുക്ക് ഇപ്പൊ അങ്ങനെയാണ് മ്യൂസിക്കിൽ വരുന്നത്. നമുക്ക് ലൈവായി ഇപ്പൊ റഹ്മാന്റെ സോങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായി ശോഭിക്കാൻ പറ്റില്ല. എല്ലാം ഈ കമ്പ്യൂട്ടർ ബാൻഡുകൾ കൂടുതൽ. പിന്നെ ഇത് പാട്ട് കേൾക്കുന്ന ഒരു മൂഡ് കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അമ്പലപ്പറമ്പിൽ നമ്മൾ പോയിരിക്കുമ്പം അടിപൊളി പാട്ടുകൾ കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും, ഡാൻസ് കളിക്കാനായിട്ട്. പക്ഷെ അവര് തന്നെയാണെങ്കിലും നമ്മൾ വീട്ടിൽ കിടക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മെലഡികൾ കേൾക്കാനുണ്ട്. അത് കേൾക്കുന്ന ഒരു ടൈം കൂടെ ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും. നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് സ്മിതയുടെ ഒരു പാട്ട് ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പാട്ട്. സ്റ്റേജിൽ എങ്ങനെയായിരുന്നു പാടുന്നത്? മെലഡി ആണോ അതോ ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു പാടിക്കുന്നത്? അല്ല, ഇപ്പോൾ പൊതുവെ ഗാനമേളക്കൊക്കെ എപ്പോഴും മുമ്പൊക്കെ ഒത്തിരി 3 ഫീമെയിൽസ് ഒക്കെയാണ് പൊക്കോളുന്നത്. ഇപ്പം ഒരാൾ മതി മാക്സിമം. എത്രയും ആർട്ടിസ്റ്റുകൾ കുറയ്ക്കാവുന്നതാണല്ലോ. പണ്ട് ഞാൻ ബ്ലൂ ഡയമണ്ട്സിലൊക്കെ പാടുന്ന സമയത്ത് 92, 91 4 വയലിനൊക്കെ നേരുന്ന ബ്ലൂ ഡയമണ്ട്സിൽ ഇപ്പോഴും വയലിനിസ്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അന്നൊക്കെ വയലിൻ്റെ പോർഷൻ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ്റെ പാട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഒരു കീബോർഡും ഒരു കമ്പോസറും ഒരു തബലയും ഉണ്ട്, ഒരു ഗാനമേളയെ ഒരു മെയിൽ ഒരു ഫീമെയിൽ തീർന്നു. പണ്ട് അങ്ങനെയല്ല, തമിഴ് സിംഗർ, ഹിന്ദി സിംഗർ, മലയാളം ഫീമെയിൽസ് 3 പേര് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ എല്ലാം ഷോർട്ടാക്കിയിട്ട് ആലപ്പുഴ ബിജു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പേരുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ആ ആർട്ടിസ്റ്റിലെങ്കിൽ ഇപ്പൊ ബ്ലൂ ഡയമണ്ട്സ് കാര്യങ്ങൾ നടക്കും. പണ്ട് എനിക്കൊരു ഓർമ്മയുള്ള സമയത്ത് ബിജു ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതാണ് ഇപ്പൊ ഒരു മൂല്യച്യുതിയാണ്. അല്ല, അന്നത്തെ കാലത്ത് 2 കീബോർഡ്സുകളാണ് ഇവര്. ഇപ്പൊ 4 കീബോർഡാണ് അവിടെ സ്റ്റേജിൽ വരുന്നത്. ഒരാൾ 2 എണ്ണം വെച്ച് വായിക്കുകയാണ്. അപ്പോൾ അന്ന് കീബോർഡ് വായിക്കുന്ന ഒരു പോളച്ചൻ ചേട്ടനാണ് ബിജുവിൻ്റെ കൂടെ വായിക്കുന്നത്. പോളച്ചൻ ചേട്ടൻ എന്തോ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് വരാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 4 കീബോർഡ് ചുറ്റുമുണ്ട്, ബിജുവിൻ്റെ ചുറ്റുമുണ്ട്. എന്നിട്ട് ഇങ്ങനെ നിന്ന് അന്ന് കസേരയൊക്കെ മാറ്റി വെച്ചു. സാധാരണ ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഇവർ ഇരുന്നാണ് വായിക്കുന്നത്. അന്നത്തെ ദിവസം ഇരിക്കപ്പുറത്തേ ഇല്ല. അപ്പം നിന്നിട്ട് ഈ 4 കീബോർഡിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ടോൺസൊക്കെ. അപ്പോൾ ഇവർ ലൈവ് വായിക്കുകയാണ്. ആ ടോണൊക്കെ നോക്കി ഓർത്തൊക്കെ ആ സമയത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്.
ഒരു പാട്ടിൽ വായിക്കുക. അപ്പം 4 കീബോർഡ് ഒരു സമയത്ത് ഇങ്ങനെ വെച്ച് ഇവിടെ പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അന്ന് ഈ നമ്മൾ പാടുന്ന പാട്ടിന്റെ പല ടോൺസും ഈ 4 കീബോർഡിൽ നിന്നാണ് വരുന്നത്. അന്നത്തെ സമയത്ത് അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 4 ഡിഫറെന്റ് കീബോർഡ് പറന്ന് നടന്ന് വായിക്കണം. ഇപ്പം കീബോർഡിലെല്ലാം ഫീഡ് ചെയ്ത് എല്ലാം വെച്ചിരിക്കുകയാണ്. നമുക്ക് സുഖമായിട്ട് സപ്പോർട്ട് ചെയ്ത് വായിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നേരത്തെ സെറ്റ് ചെയ്തെല്ലാം വെച്ച് അതിനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഒരു കീബോർഡ് മാത്രം മതി. പണ്ട് അങ്ങനെ ആ സമയത്ത് ബ്ലൂ ഡൈംസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രസ്ഥാനമാണല്ലോ, ഭീമയുടെ ആണ്. അപ്പം ഇവർക്ക് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഫസ്റ്റ് എൻ്റെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അത് DX നമുക്കൊന്നും ആ സമയത്ത് സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഈ യമഹ കീബോർഡ്സിൽ. അവിടെ ആയിരിക്കും എല്ലാ പുതിയ ഇലക്ട്രോണിക് അവിടെയാണ് അല്ലേ? കേരളത്തിൽ തന്നെ അല്ലേ? കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം അവിടെ ആയിരിക്കും വരുന്നത്. ഇത്രയും സീനിയറായിട്ട് ആർട്ടിസ്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്മിതയുടെ ഒരു പാട്ടിലേക്ക് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏത് പാട്ടാണ്? ഞാൻ ചിത്രചേച്ചി പാടിയൊരു സോങ്ങാണ്. ഏത് പാട്ടാ? മൗന സരോവരം എന്ന് പറഞ്ഞിട്ടൊരു സോങ്. സവിതം. ശ്രമിക്കുകയാണ് കേട്ടോ. അത് പാടുമ്പോൾ അതിന് പിന്നിലൊരു കഥയും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും അതൊരു ഓർമ്മയാണ്. ഷോക്കാണ് ഭയങ്കര. സത്യം ഞാൻ ബ്ലൂ ഡയമണ്ട്സിൽ പാടുന്ന സമയത്താണ് ആ സോങ്ങിൻ്റെ ആ ഫിലിം ഇറങ്ങിയ സമയത്ത് നമ്മളെപ്പോഴും ഫിലിം ഇറങ്ങുന്നതിന് മുമ്പേ പാടുക എന്നുള്ളതാണ് ബ്ലൂ ഡയമണ്ട്സിൻ്റെ വലിയൊരു വാശി പോലെയാണ്. അത് ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സോങ് സ്റ്റേജിൽ പാടുക. അത് നേരത്തെ അതിനുള്ള പ്രാക്ടീസ് എവിടെയാണ്. ഇപ്പം നമ്മൾ ചെയിൻ പ്രോഗ്രാമൊക്കെ വരും. ഡെയിലി പ്രോഗ്രാം മിക്കവാറും വീട് കാണാറൊന്നും ഇല്ല. ഇങ്ങനെ നമ്മളിങ്ങനെ യാത്രയാണ്. അപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ വേഗം റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് പുതിയ പാട്ട് വന്നിട്ടുണ്ട്, പഠിച്ച് പാടുക എന്നുള്ളതാണ്. സ്റ്റേജിൽ അത് പാടണം അങ്ങനെ. അപ്പോൾ ഈ പാട്ട് പഠിച്ച് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് സ്റ്റേജ് ഓർമ്മയുണ്ട്. വൈക്കത്തൊരു വലിയൊരു മാർക്കറ്റിലാണ് പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഭയങ്കര ജനമാണ്. നമുക്കിങ്ങനെ കണ്ണെത്താ ദൂരം വരെ ആളുകളാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഫസ്റ്റ് ഹമ്മയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അന്നത്തെ കാലത്ത് പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ മിക്കവാറും 1 മണി 2 മണി എന്നൊക്കെ പറഞ്ഞാണ്. അതുവരെ നമ്മളിങ്ങനെ പോസ്റ്റായിട്ട് കൊത്തിയിരിക്കും. അപ്പോഴേക്കും നല്ല സ്വരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ, ഒച്ചയൊക്കെ അടഞ്ഞ് അങ്ങനെ. അപ്പോൾ ഈ പാട്ട് പാടാൻ കയറിയപ്പോൾ ഫസ്റ്റ് ഹമ്മിങ്ങിൻ്റെ ടോപ്പ് പോർഷൻ വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് സൗണ്ട് ഇല്ല. അയ്യോ. ഞാനിങ്ങനെ ഒച്ച പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ശബ്ദമില്ല. ഈ സിനിമയിൽ അഭിനയം പോലെ ആയിപ്പോയി. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കുക എന്നെ നോക്കി. ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ല. അത് ഒരു ജനം അനങ്ങുന്നേയില്ല. ഇങ്ങനെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ട് ഞാൻ അവസാനം ഇങ്ങനെ മൈക്ക് താഴെ വെച്ചിട്ട് എല്ലാവരും നോക്കി സോറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകേണ്ടി വന്നു. കാരണം ഓർക്കസ്ട്ര എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് ശബ്ദമില്ല പാടാനായിട്ട് അങ്ങനെ. പിന്നെ ഇറങ്ങിപ്പോയപ്പോൾ ആളുകളൊന്നും അനങ്ങിയില്ല. അപ്പോഴേക്കും നമ്മുടെ അടുത്ത മെയിൽ സിംഗർ കയറി ഇങ്ങനെ സൗണ്ടിന് എന്തോ ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത സോങ് പോയി. അങ്ങനെ ആ പ്രോഗ്രാം അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ സോങ് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കാണ്. ആ സ്റ്റേജ് പറ്റാനുള്ള കാരണം അതറിയില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂ പ്രോഗ്രാം അല്ലേ എപ്പോഴും. അപ്പം ഇങ്ങനെ ഒന്നാമത്തെ കാര്യം സമയം തെറ്റിയുള്ള എപ്പോഴും ആ സമയത്തൊക്കെയാണ് പ്രോഗ്രാംസ്. അപ്പം നമ്മൾ ആ സമയത്ത് ഒച്ചയില്ല. ഇതിന്റെ കാര്യം തൊണ്ടയ്ക്ക് നമുക്കൊന്നും ഗ്യാരണ്ടി ഇല്ലല്ലോ. ആ സ്പോട്ടിൽ ദൈവം തന്നാലുള്ളതേ ഉള്ളൂ. അതിപ്പോ പാടുമ്പോഴും അങ്ങനെ തന്നെ വന്നാ വന്നു. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം. ഞാനിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണത്. ചില സമയങ്ങളിലൊക്കെ പാടുമ്പം നമുക്കൊരു സന്തോഷം തോന്നും. ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കനകാംഗുലിയാ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് നന്നായിട്ട് പാടി. അപ്പോൾ അന്ന് എന്ത് ടെൻഷനായിരുന്നു ആലോചിച്ചു, ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ല, ഇവക്കല്ല ടെൻഷൻ, അതാണ് correct. അത് കറക്റ്റ്. ഇവിടെ ഈ പാട്ട് എപ്പോ പാടുമ്പോഴും എനിക്ക് ദേ വെറുതെ പാട്ട് പിടിച്ച് സത്യത്തിൽ ബിജുവിന്റെ മുഖത്ത് ആ ഒരു കൺസേൺ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തു. ഇപ്പോഴും ആ ഒരു മുഖത്ത് തൊണ്ട അടയ്ക്കുമോ ടെൻഷൻ ഉണ്ട്. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒത്തിരി സെലക്റ്റീവ് സോങ്സ് ഉണ്ട്. ഗാനമേളയ്ക്കൊക്കെ അത് തന്നെയാണ് ഫസ്റ്റ് എൻട്രൻസ് സോങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ രാജഹംസമേ, അതൊക്കെ രാത്രി 2 മണിക്കൊക്കെ പാടുന്ന അവസ്ഥകളെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ ഈ ഹൈ പോർഷൻ വായിക്കുമ്പോൾ ബിജു അതിനൊപ്പം എന്തെങ്കിലുമൊക്കെ വായിച്ച് അഥവാ വെള്ളിയൊക്കെ വീണ് അത് അറിയാൻ എന്തൊക്കെയോ മറയ്ക്കാനായിട്ടല്ലേ, കവർ ചെയ്യാനായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും അല്ലേ. കല്യാണത്തിന് മുമ്പായിരുന്നു അത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കല്യാണത്തിന് ശേഷം എന്തെങ്കിലും വെള്ളി വീഴുന്ന അതൊരു വിഷയമേ അല്ല. നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അമൃതബിന്ദു അമൃതഗീതത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അമൃതബിന്ദു അമൃതഗീതം. അപ്പോൾ ബിനുചേട്ടാ, ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ വായിച്ച് കേൾക്കണം. കാരണം സമയം നമ്മൾ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് സമയം തീർന്നു പോകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുമ്പോ എല്ലാവരുടെയും കഥ വന്നുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ അല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ഇവരുടെ കഥ വരും, എന്റെ കഥ വരും, അവസാനം തിരിച്ചു വരുമ്പോഴാണ് ഇവരുടെ അടുത്തൊന്നും ചോദിച്ചില്ല. കഥ പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സുമേഷിന്റെ ഫാദർ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുവാണ്. ഓക്കെ. പിന്നെ ആനന്ദമാഷി ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം കൂടിയതേ ഉള്ളൂ ശരി. പുള്ളിയായിട്ട്. പുള്ളി വയലിൻ വായിച്ചു, ഞാൻ കീബോർഡ് വായിച്ചു, പാടിയാണ്. ബിനുവിൻ്റെ ഫാദർ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തു. ഓക്കെ. ഓക്കെ. അപ്പം ബിനുചേട്ടാ നമുക്കൊരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് കണ്ടു. ഏത് പാട്ടാ പോകുന്നത്? ഒരു ഹിന്ദി പാട്ട് തന്നെ ആയിക്കോട്ടെ. ഇതില് ഏറ്റവും പറ്റിയത് ഹിന്ദി സോങ്സ് ആണ്. പണ്ട് രാജ് കപൂർ കുറെ ഫിലിംസിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിയൻ വെച്ച് വായിക്കുന്നതായിട്ട് പിക്ചറൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഏത് പാട്ടാ വായിക്കാൻ പോണേ? ക്യാ ഹുവാ തേരാ വാദ. ഓക്കെ.
എനിക്ക് പറഞ്ഞില്ല, പഴയ ഒരു കാലത്തോട്ട് പോയി. എനിക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും അത് ഒത്തിരി എൻജോയ് ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഇൻസ്ട്രുമെന്റിന് ഈ പാട്ടിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് തോന്നുന്നില്ലേ? വേറെ ഇൻസ്ട്രുമെന്റ് വായിച്ചാലും എനിക്ക് പക്ഷേ ഇത്രയും എഫക്റ്റ് വരില്ല എന്ന് തോന്നുന്നു ഇതിനകത്ത്. ബ്യൂട്ടിഫുൾ. എല്ലാവരും നിങ്ങൾ എല്ലാവരും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അത് ഓർക്കസ്ട്രക്കാർ രണ്ടുപേരും നമുക്കൊരു ബ്രേക്കിന് പോകാൻ സമയമാകുന്നു. നമുക്ക് അമൃതബിന്ദു അമൃതഗീതത്തിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അമൃതബിന്ദു അമൃതഗീതം. ചേച്ചി, ഞാൻ ചേച്ചിയോട് നേരത്തെ തൊട്ട് പാടുമ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അത് കുറച്ചാൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ ശരിക്കും ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് പാട്ടുകൾ പാടുന്നത്. ഇപ്പോൾ ഇത്രയും നേരം വന്നിട്ട് 2-3 പാട്ട് പാടിയിട്ട് ഒന്നും നോക്കിയിട്ട് പാടി കണ്ടില്ല. എല്ലാ പാട്ടുകളും ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുമോ? അല്ല, എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് പ്രോഗ്രാം സ്റ്റേജിൽ ബുക്കില്ലെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് പാടിയ പാട്ടാണ് ഞാൻ ഉറപ്പായിട്ടും തെറ്റിക്കും. എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ വെറുതെ ഒരു വരി തെറ്റിക്കും. അങ്ങനെയാണ്. ഇതിപ്പം നമ്മളിങ്ങനെ പല്ലവി അനുപല്ലവി മാത്രമായതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്ത് പാടും. പക്ഷെ പ്രോഗ്രാം സ്റ്റേജ് വരുമ്പോൾ വെറുതെ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും, എവിടെയെങ്കിലും വെറുതെ തെറ്റിക്കും. അങ്ങനെയാണ്. വർഷങ്ങൾ പാടിയ പാട്ടായിരിക്കും, പക്ഷെ എന്നാലും തെറ്റിക്കും. ബുക്സ് എപ്പോഴും എൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, നോക്കിയില്ലേ സാരല്ലോ. പക്ഷെ ഇല്ലെങ്കിൽ വെറുതെ ആലോചിക്കാൻ. ഞാനത് ഇത്രയും നേരം പാട്ട് ആ ഡിവോഷണൽ എല്ലാം പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ടുകളെല്ലാം ടെൻഷനില്ല. നമ്മളിങ്ങനെ കാണാതറിയാവുന്ന സോങ്സ് തന്നെയാണ്, എന്നാലും മുന്നിൽ വേണം. ഇത് മുന്നിലുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ, എന്തൊരു കംഫർട്ടബിൾ ഒരു ഫീലാണത്. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കും. അടുത്തൊരു ഇങ്ങനെ ആലോചിച്ച് വരിയും കൂടെ കൊണ്ടുപോയി തെറ്റിക്കും. അങ്ങനെ ഒരു അസുഖമുണ്ട്. വീട്ടില് തുടങ്ങിയ, അതായത് തൊട്ടു മുമ്പിലത്തെ തലമുറ മ്യൂസീഷ്യൻസ് ആയിരുന്നു, അങ്ങനെയായിരുന്നു തുടങ്ങി വെച്ച ബിജുവിന്റെ ഒരു? എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ 2 ഫാമിലിയിലും ആരും മ്യൂസീഷ്യൻസ് ആരും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ പേരൻസ് വളരെ സപ്പോർട്ടീവായിരുന്നു, ഭയങ്കരമായിട്ട്. വളരെ പപ്പ അത്യാവശ്യം വയലിനൊക്കെ വായിക്കുമെങ്കിലും പ്രൊഫഷണലായിട്ട് ഒന്നുമല്ല. അപ്പോൾ പുള്ളി ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ തത്തമ്പള്ളി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അമ്മയും ടീച്ചറായിരുന്നു, സ്കൂൾ ടീച്ചറായിരുന്നു. അവർ രണ്ടുപേരും ടീച്ചർ. ഞാൻ ഒറ്റ മകനാണ്. വേറെ മക്കളൊന്നുമില്ല. പുള്ളി നല്ല. അപ്പം മ്യൂസീഷ്യൻ ആകണമെന്ന് ആഗ്രഹിച്ചപ്പം ഇങ്ങനൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തപ്പോൾ അവർ സാധാരണ അധ്യാപക ദമ്പതികളാകുമ്പോൾ അവർക്ക് പഠിക്കണം, മക്കൾ പഠിച്ച് വലിയ ജോലി വാങ്ങിക്കണം, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനൊരു നിർബന്ധമൊന്നും വീട്ടിൽ വന്നിട്ടില്ല അന്നേരം ആ കാലത്ത്? ഇല്ല, അവർക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവർക്ക് നമ്മുടെ ജീവിതമാണല്ലോ, അവർ ഒത്തിരി പിള്ളേരെ കണ്ടതാണല്ലോ. അപ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തന്നെ ചെയ്ത് തിരഞ്ഞെടുത്ത് സ്വന്തം ലൈഫ് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളവരായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ നമുക്ക് എല്ലാത്തിനും അനുഭവം തന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പ്രത്യേകിച്ച് 80-കളിൽ ഞാൻ പറഞ്ഞത് 80-കളിലെ അധ്യാപകരെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ള കൂട്ടം. ഇപ്പോൾ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ഏർണിംഗ് മെമ്പർ ആണെന്നുള്ള ഇപ്പോൾ ഒരു പൊതുവെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല, പാട്ട് പാടാൻ പോകുന്നത് കലാകാരൻ ഒന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് നല്ല കലാകാരന്മാർ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യം. അല്ല, സത്യം പെണ്ണ് കിട്ടില്ലായിരുന്നു. അല്ല, കറക്റ്റാണ്. ആർട്ടിസ്റ്റാണ്. നമ്മളൊരു പ്രപ്പോസലായിട്ട് ഒരു ഫാമിലിയിൽ ചെന്നാൽ പോലും എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗം മസ്റ്റായിട്ട്, സർക്കാർ ഉദ്യോഗസ്ഥയാണോ, ഓക്കെ, പെണ്ണുറപ്പാണ്. അല്ലെങ്കിൽ കലാകാരനോ, പെണ്ണില്ല, അങ്ങനെ പറയുന്നു. ശരിക്കുള്ള ജോലി എന്താന്ന് പറയാം. നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കല്യാണ ബ്രോക്കറിനോട് പുള്ളി ഗിറ്റാറിസ്റ്റാണ് ഫ്രണ്ട്. കല്യാണ ബ്രോക്കറിനോട് ഇങ്ങനെ കല്യാണം ഇങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ബ്രോക്കർ ചോദിച്ചാൽ എന്താ ജോലി, ഗിറ്റാറിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഗിറ്റാറിസ്റ്റാന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ഗിറ്റാറിസ്റ്റാന്ന് പറഞ്ഞു. ഉടനെ ബ്രോക്കർ ഉടനെ കളിക്കാതെ കാര്യം ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി ഗിറ്റാറിസ്റ്റ് പറഞ്ഞിട്ട് പുള്ളിക്ക് ഗിറ്റാർ വായിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം. എന്തായാലും എൻ്റെ പേരൻസ് രണ്ടുപേരും അധ്യാപകരായിരുന്നെങ്കിലും അവരുടെ അതേ പാത ഞങ്ങൾ രണ്ടുപേരും പിന്തുടരുന്നുണ്ട്. ഞങ്ങൾക്കൊരു മ്യൂസിക് സ്കൂളുണ്ട്, ഗോൾഡൻ ബീറ്റ്സ് എന്ന് പറഞ്ഞ മ്യൂസിക് സ്കൂൾ ആലപ്പുഴ തന്നെ. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ് എടുക്കുന്നത്. നേരത്തെ കുട്ടികളൊക്കെ വീട്ടിലോട്ട് വരികയായിരുന്നു. എല്ലാ ക്ലാസ്സുകളുണ്ട്, മ്യൂസിക് വോക്കൽ അല്ലാണ്ട് പുള്ളിയാണ് എടുക്കുന്നത്. ഞാൻ കീബോർഡ്, ഡ്രംസ്, ഗിറ്റാർ, ഫ്ലൂട്ട്, അങ്ങനെ കൊച്ചു പിള്ളേരല്ല. ഞങ്ങൾക്കൊരു ഹോം സ്റ്റുഡിയോ കൂടെ ഉണ്ട് കേട്ടോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ഫിലിംസിന്റെ RR ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ
നാടകം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, ആൽബംസ്. എന്തെങ്കിലും പാടാനാണെങ്കിൽ തന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പാടാം. അത്യാവശ്യം ബിജു നല്ലൊരു പ്രോഗ്രാമറാണ്. ഒത്തിരിയും വർക്കുകൾ ഒരു പക്ഷേ പ്രോഗ്രാം എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് സ്റ്റുഡിയോകളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിങ് തുടങ്ങിയ കാലം തൊട്ട് ചെയ്യുന്നുണ്ട് പാട്ട്. അതും ഇതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട്സിലാണ് ആദ്യം ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ചെയ്യാൻ പറ്റുന്ന കീബോർഡൊക്കെ ആദ്യം നമുക്ക് കിട്ടുന്നത്. R8 എന്ന് പറയുന്നത് അന്ന് ഇറങ്ങിയ റോളണ്ട് R8, അത് അന്ന് ആ സമയത്തൊക്കെ ബ്ലൂ ഡയമണ്ട്സിലാണ് ആദ്യം വന്നത് എൻ്റെ അറിവിൽ. വേറെ ആരെങ്കിലും മേടിച്ചോന്നും എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യം ഒരു ഗാനമേള ട്രൂപ്പിൽ വരുന്നതൊക്കെ ബ്ലൂ ഡയമണ്ട്സിലാണ്. അപ്പം അത്രയും ആ സമയത്ത് അവർ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ അവർക്ക് ഒരു മനസ്സുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതൊക്കെ പഠിക്കാനും പറ്റി. വളരെ സന്തോഷം ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂടെ ഇത്രയും പാട്ടുകൾ വായിച്ച് തന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തതില്. ഇവരത്ര പെട്ടെന്ന് നമുക്ക് വിടണോ? കുറച്ചുകൂടെ ഒന്ന് അങ്ങനെ തോന്നുന്നു വായിക്കാനായിട്ട്. എന്ത് പറയുന്നു? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് ഇത് രണ്ടുപേരല്ലേ? സാധാരണ ഒരു എപ്പിസോഡിൽ ഒരാളാണ് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരാകുമ്പോൾ നമുക്ക് 2 എപ്പിസോഡ് പോകണം. എനിക്ക് സത്യത്തിൽ വായിച്ച് നമ്മൾ പാട്ടുകൾ കുറച്ചാണ് വായിച്ചത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ച് കൂടുതൽ പാട്ടുകൾ വായിച്ച് കുറച്ച് സംസാരമായിട്ട് നമ്മൾ ഒത്തിരി സംസാരിച്ചതാണ്. ഒത്തിരി നാൾ വഴി കൂടുകയാണ്. നമുക്ക് എന്നാ അടുത്ത എപ്പിസോഡും നമുക്ക് ഒരുമിച്ച് കൂടാം അല്ലേ? അങ്ങനെ ആട്ടെ. ഇന്നത്തെ അമൃതബിന്ദു അമൃതഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നില്ല. ഇത് തുടരും. അടുത്ത ആഴ്ച ഈ ആർട്ടിസ്റ്റുകൾ തന്നെ, ഈ കലാകാരന്മാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പങ്കെടുക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ പെർഫോം ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരേണ്ട വിലാസം amൃതഗീതം.kerala@gmail.com. അപ്പോൾ ഇന്ന് നമുക്ക് വിട പറയാം. അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം. ഓക്കെ, ബൈ.